ഇ.പി. ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച വിവാദത്തിൽ ബി.ജെ.പി കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ടി.ജി. നന്ദകുമാർ ഹൈക്കോടതിയിൽ അപകീർത്തിപ്പെടുത്താൻ നേതാക്കൾ ഗൂഢാലോചന നടത്തിയെന്നാരോപിച്ച് ഹർജി നൽകി. ബി.ജെ.പി നേതാക്കളായ ശോഭാ സുരേന്ദ്രൻ, കെ സുരേന്ദ്രൻ എന്നിവർക്കെതിരെയാണ് ഹർജി. കെ.പി.സി.സി അധ്യക്ഷൻ കെ സുധാകരനും ഹർജിയിൽ എതിർകക്ഷിയാണ്. ശ്യാം ദേവരാജ് വിശദാംശങ്ങളുമായി. ശ്യാം ദേവരാജ്, എന്താണ് ഹർജിയിൽ പറയുന്നത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് തലേ ദിവസമാണ് കോൺഗ്രസ് ബി.ജെ.പി നേതാക്കൾ ഇത്തരമൊരു ആരോപണവുമായി വന്നത്. അതായത് LDF കൺവീനർ ഇ.പി. ജയരാജനെതിരെ പ്രകാശ് ജാവ്ദേക്കർ നടത്തിയ ഇ.പി. ജയരാജന്റെ മകൻ തിരുവനന്തപുരത്തെ മകന്റെ വീട്ടിൽ വെച്ച് പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങളാണ് ഒരു ആക്ഷേപം അല്ലെങ്കിൽ ആരോപണം, രാഷ്ട്രീയ ആരോപണം എന്ന നിലയിൽ കോൺഗ്രസ് ബി.ജെ.പി നേതാക്കൾ ഒരുപോലെ തന്നെ പറഞ്ഞത്. ഇതിന്മേലൊരു ഗൂഢാലോചനയുണ്ട്. ഈ ഗൂഢാലോചനയിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് അപകീർത്തിപ്പെടുത്താൻ ഈ കോൺഗ്രസിന്റെ കെ.പി.സി അധ്യക്ഷൻ കെ സുധാകരൻ, ഒപ്പം ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ, ബി.ജെ.പി നേതാവ് ശോഭാ സുരേന്ദ്രൻ എന്നിവർ ഗൂഢാലോചന നടത്തി. ഇവർക്കെതിരെ ഈ കുറ്റത്തിന്റെ ഗൂഢാലോചനയ്ക്ക് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പാലാരിവട്ടം പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ പാലാരിവട്ടം പോലീസ് കേസെടുത്തില്ല. ഇതിന്മേൽ കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകണം എന്നാവശ്യപ്പെട്ടാണ് ടി.ജി. നന്ദകുമാർ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിൽ ബി.ജെ.പി നേതാക്കളായ ശോഭാ സുരേന്ദ്രൻ, ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ, ഒപ്പം കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ കെ സുധാകരൻ എന്നിവരാണ് എതിർകക്ഷിയിൽ. ഈ ഹർജി ഇന്ന് പരിഗണിക്കാനിരിക്കുകയാണ്. ഈ ഗൂഢാലോചന നടത്തിയ ആളുകൾക്കെതിരെ കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകണം, ഇതൊരു പ്രത്യേക സംഘം അന്വേഷിക്കണം എന്നതാണ് വിവാദ ദല്ലാൽ ടി.ജി. നന്ദകുമാറിന്റെ ആവശ്യം. ശ്യാം ദേവരാജാണ് വിശദാംശങ്ങൾ നൽകിയത്. പാലക്കാട്